لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم سبحانه وتعالى നമ്മുടെ ചോദന കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങളും വിവാദത്തുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പിഴവുകളും പാപങ്ങളും അല്ലാഹു തആല പുറത്തുമാക്കി അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. فقيل يا رسول الله وما جلاؤها؟ فقال تلاوة القرآن وذكر الموت. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ, ഇന്നൽ ഖുലൂബ നിശ്ചയമായും ഹൃദയങ്ങൾ തസ്തഉ അത് തുരുമ്പ് പിടിക്കും, കമാ യസ്തഉൽ ഹദീദ് നമ്മുടെ ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾക്കും തുരുമ്പ് പിടിക്കും. സ്വഹാബത്തിന് മനസ്സിലായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, വമാ ജലാഉഹ? റസൂലേ, അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ദുഷിച്ചു പോയാൽ, തുരുമ്പ് പിടിച്ചു പോയാൽ, അതിൽ ആ തുരുമ്പിനെ ഒഴിവാക്കാനുള്ള മാർഗം എന്താണ് റസൂലേ? ആ ഹൃദയം ശുദ്ധമാക്കാനുള്ള മാർഗം എന്താണ്? കാരണം നമുക്ക് പവിത്രമായ നമ്മുടെ ഹൃദയം നശിച്ചു പോകാൻ ഒരു ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് ആ ഇരുമ്പിന് സംഭവിക്കുന്ന ക്ഷതമാണ്. അതേപ്രകാരം നമ്മുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണ്. ആ ഹൃദയത്തിന് നാശമുണ്ടാകുന്ന പ്രവർത്തനമാണ് ആ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, വമാ ജലാഉഹ? അങ്ങനെ നമ്മുടെ ഹൃദയം തുരുമ്പ് പിടിച്ചു പോയാൽ ആ തുരുമ്പിനെ നീക്കം ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യണം. അല്പസമയമെങ്കിലും ദിവസവും നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ അല്പമെങ്കിലും ഖുർആൻ പാരായണം ചെയ്താൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ദിക്റുൽ മൗതി, നിങ്ങൾ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ മരിക്കും, മറ്റുള്ളവരെ മരിക്കുമെന്നല്ല, മറ്റുള്ളവർ മരിക്കട്ടെ എന്നല്ല, പക്ഷെ ഞാൻ മരിക്കും, എനിക്കൊരു മരണത്തിൻ്റെ സമയമുണ്ട്. ഏത് സമയമാണ് എനിക്കറിയില്ല. പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാഹു നമുക്ക് ആയുസ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഏത് സമയത്താണ് നമ്മുടെ മരണം ഉണ്ടാകുന്നത്? ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കണം. അതോടുകൂടി നമ്മുടെ ഹൃദയം, കാരണം ഒരു മരണത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ശരിയായ രീതിയിൽ ഓരോ ദിവസവും ചിന്തിച്ചാൽ അവനെ തെറ്റിലേക്ക് പോകാൻ കഴിയില്ല, നന്മയിലേക്ക് വരാൻ കഴിയും. അവന്റെ പാപങ്ങൾ അവന് വെറുക്കാൻ കഴിയും, നന്മയിലേക്ക് അടുക്കാൻ കഴിയും. ഇങ്ങനെ അവന്റെ ഹൃദയം പരിശുദ്ധമായി തീരും. അങ്ങനെ പരിശുദ്ധമാകാനുള്ള രണ്ട് മാർഗങ്ങളാണ് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഒന്ന്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. രണ്ട്, നിങ്ങൾ അധികമായിട്ട് മരണത്തെ ഓർമ്മിക്കുക. അല്ലാഹു തരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മുത്തഖീകളിലെ മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.